നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോകാം. പിന്നെ നമുക്കിനി 3 റൗണ്ട് ഉള്ളത് കൊണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എടുക്കാം. രണ്ടാമത്തേത് നമ്മൾ ഗ്രൗണ്ടഡ് കഴിഞ്ഞു. രണ്ടാമത്തേത് എക്വിപ്ഡ് അല്ലെങ്കിൽ ബിൽറ്റപ്പ്. അത് കൂടുതലും ടൂൾസിനെ കുറിച്ചാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ റിസോഴ്സസ്. നമ്മൾ ആദ്യം ഫെയ്ത്ത് ആൻഡ് സ്പിരിച്വാലിറ്റി അതിൻ്റെ റൂട്ട്സിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ ടൂൾസ്, ഹൗ ടു ബി റൂട്ടഡ് ഇൻ ക്രൈസ്റ്റ്, വാട്ട് ആർ ദ റിസോഴ്സസ് അറ്റ് അവർ ഡിസ്പോസൽ. എന്നാൽ ഈ ബൈബിൾ, ലിറ്റർജി, ഫെലോഷിപ്പ്, ഇതെല്ലാം നമുക്കുള്ള റിസോഴ്സസ് ആണ്, ഇതെല്ലാം നമ്മുടെ ടൂൾസാണ്. എന്നാൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പ്രധാന ഒരു ചലഞ്ച്, ഈ ടൂൾസിനെ തന്നെ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ ഭാഷ ഒരു വലിയ പ്രശ്നമാണ്. ഇപ്പോൾ എൻ്റെ പള്ളിയിലൊരു പെങ്കൊച്ച്, അവൾ എന്നോട് ഒരു ദിവസം പള്ളി കഴിഞ്ഞ് വന്ന് വർത്താനമൊക്കെ പറഞ്ഞു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കൊച്ച. അപ്പോൾ ഞാൻ ചോദിച്ചു, നിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണല്ലോ ഇന്ന് പ്രാർത്ഥന, നീ വരുമോ? അപ്പോൾ ഒരു മറുപടി, ഞാൻ വരാം, പക്ഷേ എന്നെ ഡാഷ് ചെയ്യല്ലേ. അപ്പോൾ അത് സാധാരണഗതിയിൽ ഇപ്പം വളരെ കോമണായി നമ്മൾ സായിപ്പിൻ്റെ നാട്ടിൽ ഉപയോഗിക്കുന്ന എഫ് ചേർത്തുള്ള ഒരു തെറിയുടെ മലയാള വാക്കാണ്. അത് പറയാൻ എന്നെ നിങ്ങൾ നിർബന്ധിക്കരുത്, ഞാൻ പറയത്തില്ല. അപ്പോൾ ഇത് പെട്ടെന്ന് കേട്ടപ്പോൾ എനിക്ക് വലിയ പ്രയാസം തോന്നി. ഒരിക്കലും അങ്ങനെ ഒരു ഭാഷ ഞാൻ ആ കൊച്ചിൽ നിന്ന് പ്രതീക്ഷിച്ചതല്ല. അപ്പോൾ 1-2 ദിവസം എൻ്റെ മനസ്സിൽ ഇതിങ്ങനെ കിടന്നു. ശിബേച്ചന് വേണേൽ പിന്നെ ഞാനത് രഹസ്യമായിട്ട് പറഞ്ഞുതരാം. അച്ഛനത് അറിയാത്തതിൻ്റെ ഒരു എന്നാൽ എന്തായിരിക്കും ആ കൊച്ച് അങ്ങനെ പറഞ്ഞേ? അവൾ ഒരിക്കലും അങ്ങനെ ഒരു മോശം വാക്ക് പറയുന്ന ആളല്ലല്ലോ. എന്നാൽ 2-3 ദിവസം കഴിഞ്ഞ് ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമോ മറ്റോ നോക്കിയ സമയത്ത് അതിലൊരു റീൽസ് കണ്ടു. ആ റീൽസിൽ ഈ കൊച്ചു പറഞ്ഞ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ആ വാക്കിൻ്റെ അർത്ഥം എന്നെ കളിയാക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഭാഷ മുഴുവൻ മാറി, വൊക്കാബുലറി മാറി. പണ്ട് നമ്മുടെ സക്രിയാസ് തിരുമേനി പേർത്തിൽ ഞാൻ ശുശ്രൂഷ ചെയ്ത പള്ളിയിൽ വന്ന് അവിടെ പിള്ളേരോടൊക്കെ ഇങ്ങനെ സംസാരിക്കുക. അപ്പോൾ തിരുമേനിയുടെ മനസ്സിൽ നാട്ടിൽ നിന്ന് വന്നതുകൊണ്ട് കുറച്ച് സംശയങ്ങളുണ്ട് മോറൽ ചലഞ്ചസിനെ കുറിച്ച്. അപ്പോൾ തിരുമേനി ഹോമോസെക്ഷുവാലിറ്റി, സെയിം സെക്സ് മാരേജ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തെക്കുറിച്ചൊക്കെയാണ്. അപ്പോൾ പിള്ളേരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും മോറൽ ചലഞ്ച് ഉണ്ടോ? ഒറ്റ ഒരുത്തം മിണ്ടുന്നില്ല. വീണ്ടും തിരുമേനി ചോദിച്ചു, ഡു യു ഹാവ് എനി മോറൽ ചലഞ്ച്? ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ തിരുമേനി ഇവന്മാരെന്താ വെച്ചാൽ ഒന്നും മിണ്ടാത്ത. അപ്പോൾ ഞാൻ പറഞ്ഞു, മക്കളെ എന്തെങ്കിലും പറ, ട്രാൻസ്ഫർ വരിക, എന്തോന്ന് വെച്ചാൽ പറ, പെട്ടെന്ന് പറ. അപ്പോൾ ഒരുത്തൻ പറയാം, തിരുമേനി വാട്ട് ഡു യു മീൻ ബൈ മോറൽ? ഐ ഓൾമോസ്റ്റ് ഫെൽ ഓഫ് ദ ചെയർ. കാരണം മോറൽ, എത്തിക്കൽ എന്നൊക്കെ പറയുമ്പം എൻ്റെ തലമുറയിൽപ്പെട്ട, എന്നേക്കാൾ മൂത്തവരാ ഇവരെല്ലാം. അപ്പോൾ നമ്മൾ ചില അർത്ഥങ്ങൾ സങ്കല്പിച്ചു വെച്ചിട്ട്, അപ്പം നമ്മൾ പള്ളി വരുന്നില്ലേ, പ്രസംഗിക്കുന്നു. അപ്പോൾ ഈവൻ ബൈബിൾ ആസ് എ റിസോഴ്സ്, വെൻ യു ഇൻറ്റർപ്രറ്റ് ദ ബൈബിൾ, മോസ്റ്റ് ഓഫ് ദ തിങ്സ് വി അസ്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ടേക്ക് ആസ് ഔട്ട് ഓഫ് യു ആൻഡ് മീ എന്നാണ് അസ്യൂം എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൽ പറയും. അപ്പോൾ ശരിക്കും നമ്മൾ എങ്ങനെയാണ്, നമുക്ക് റിസോഴ്സസ് ഉണ്ട്, ബൈബിളുണ്ട്, ലിറ്റർജി ഉണ്ട്, ഫെലോഷിപ്പ് ഉണ്ട്. ബട്ട് ആർ വി ട്രൂലി ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ്? നമ്മൾ പറയുന്നതൊക്കെ പിള്ളേർക്ക് മനസ്സിലാവുന്നുണ്ടോ? അത് അവർക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ടല്ല, നമുക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ടല്ല. ഓരോ വാക്കിനും നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്യുന്ന മീനിങ്ങും ജെൻസി ആട്രിബ്യൂട്ട് ചെയ്യുന്ന മീനിങ്ങും രണ്ടും രണ്ടാണ്. ഒരു കുർബാന കഴിഞ്ഞ് ഒരുത്തനോട് പറഞ്ഞാൽ, അച്ഛാ ഇന്നത്തെ മാസം നല്ല കൊല മാസമായിരുന്നു. ഞാൻ പറഞ്ഞ, കുർബാനയെക്കുറിച്ച് അങ്ങനൊന്നും പറയരുത്. ഭാഷ മാറി, എങ്ങനെ ബൈബിൾ ഇൻ്റർപ്രറ്റ് ചെയ്യും നമ്മൾ? അതൊരു വലിയ റിസോഴ്സാണ്. പ്രിയപ്പെട്ട മൂത്തിയച്ഛൻ പറഞ്ഞ വളരെ ഗൗരവമായ ഒരു വിഷയമാണ്. അതായത് ഈ ലാംഗ്വേജിനുണ്ടായ ഒരു ഷിഫ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ട്രാൻസിഷൻ. നമ്മൾ പണ്ട് സാധാരണ ഉപയോഗിക്കുന്ന ഒരു പദമുണ്ടായിരുന്നു, ഈ ഭാഷാശുദ്ധി എന്നൊക്കെ പറയും. ഇപ്പം സെമിനാറിലൊക്കെ പഠിക്കുമ്പം അയാളുടെ പ്രസംഗത്തിൻ്റെ ഭാഷ നല്ല ഗംഭീരമായിരിക്കുന്നത്. ഞാൻ ഇന്ന് തന്നെ പ്രിയപ്പെട്ട മൂത്തിയച്ഛനോട് പറഞ്ഞു, വയലാർ രാമവർമ്മ ഇന്ന് ജീവിച്ചിരുന്ന് സിനിമാ പാട്ട് എഴുതിയിരുന്നെങ്കിൽ ആ പുള്ളിയെ ഇവരെല്ലാം കൂടെ കയറുന്ന വെടിവെച്ച് കൊന്നേനെ. കാരണം ഒരിക്കലും മനസ്സിലാകുന്ന ഒരു ലിംഗ്വിസ്റ്റിക് ലാംഗ്വേജ് ഫ്രെയിം അല്ല. അല്ലെങ്കിൽ അഴീക്കോട് എന്ന് പ്രസംഗിച്ചായിരുന്നെങ്കിൽ എത്ര പേര് പ്രസംഗം കേട്ടേനെ. അതുകൊണ്ട്
ഭാഷയുടെ ഒരു പരിസരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് പരിസരത്തിൽ നിന്നാണ് ഓരോ വാക്കുകൾ, ഓരോ ഭാഷയിലെ പ്രയോഗങ്ങൾ വരുന്നത് എന്നുള്ളത്, അത് തീർച്ചയായിട്ടും നമ്മളുടെ വേദപുസ്തകം വായിക്കുമ്പോൾ വേദപുസ്തകത്തിൻ്റെ ഒരു ലാംഗ്വേജ് വേൾഡ്, അല്ലെ ലിറ്റേർജിയുടെ ഒരു ലാംഗ്വേജ് വേൾഡ്, നമ്മൾ പറയുന്ന പ്രസംഗത്തിൻ്റെ ഒരു ലാംഗ്വേജ് വേൾഡ്, ഇതൊക്കെ തന്നെ പലപ്പോഴും പലർക്കും നമ്മളുടെ ഈ പറയുന്ന നമ്മളുടെ സുഹൃത്തുക്കൾക്ക് മനസ്സിലാകാൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് ഭാഷയിൽ വന്ന ഈ ഒരു വലിയ മാറ്റത്തെ നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ്. അതിനകത്ത് എൻ്റെ ഒരു ചെറിയ റെസ്പോൺസ് അല്ലെങ്കിൽ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്, നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്യുന്ന മീനിങ്, അതിൻ്റെ ഒരു ഇമോഷൻ എന്താണ്, അതിൻ്റെ ഒരു വൈകാരികത എന്താണ്. നമ്മൾ പലപ്പോഴും ഓരോ വാക്കിനും ഒരു ഇമോഷണൽ ലെവലുണ്ട്. അപ്പോൾ ആ ഇമോഷൻ എങ്ങനെയാണ് കൈകാര്യം, ഇപ്പം ഇവർ ഓരോ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ തേച്ചിട്ട് പോയി, അല്ലെങ്കിൽ കോർണർ ചെയ്യുന്നു, പോസ്റ്റ് ആക്കരുത്, ഇങ്ങനെയൊക്കെ പറയുന്നത്. അടുത്ത സമയത്ത് തന്നെ സെമിനാറിൽ ഒരു സ്റ്റുഡൻറ്റിനോട് പറഞ്ഞു, വെച്ചാൽ ആ കണക്ക് അങ്ങനെ പോയാൽ അതൊരു വള്ളിക്കെട്ടായി പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പിന്നെയും ചോദിക്കേണ്ടി വന്നു, എന്താണ് ഈ വള്ളിക്കെട്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഭാഷയിലുണ്ടായ മാറ്റം നമ്മൾക്ക് ഒരു മാറ്റത്തിൻ്റെ അനിവാര്യതയെ സൂചിപ്പിക്കുകയാണ്. നമ്മളിലാണ് ഇനി ഒരു മാറ്റം ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് വേദപുസ്തകം ഉപയോഗിക്കുന്നവർ, വായിക്കുന്നവർ, ബിബ്ലിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ നടത്തുന്നവർ, പ്രസംഗം ഉപയോഗിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ പ്രസംഗിക്കുന്ന ആളുകൾ, ഇതിലെല്ലാം ലാംഗ്വേജ് വേൾഡിലുള്ള ഒരു ലാംഗ്വേജ് സെൻസിബിലിറ്റി ഇല്ലാതെ നമുക്കൊരിക്കൽ പോലും ഇനി മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്നുള്ളൊരു സത്യം, നമ്മൾ അത് ട്രൂത്താണ്, അത് സ്വീകരിച്ചേ മതിയാകുകയുള്ളൂ. അതാണ് ഈ ഭാഷയെക്കുറിച്ച് തന്നെ പറയുമ്പോഴേ, ഇപ്പോൾ സാറ് കോളേജിൽ, സെൻറ്റ് തോമസ് കോളേജിൽ പ്രിൻസിപ്പലായിട്ട്, സാറ് തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ ഒരു പ്രത്യേക ഭാഷയാണ് പിള്ളേരോട്, മാന്യമായ ഭാഷയാണ് ഞാൻ ഉദ്ദേശിച്ചത്, പിള്ളേരോട് സംസാരിക്കുന്നു. സാറ് ഇതെല്ലാം ഇങ്ങനൊരു ഭാഷാ ലോകത്ത് നിന്നിട്ട് ഞായറാഴ്ച വരുമ്പോൾ സാറ് കേൾക്കുന്നത് വളരെ വ്യത്യസ്തമായ ഒരു ഭാഷയാണ്. ഇത് ആരാധനയിലൊരു പ്രശ്നമാണോ, അല്ലെങ്കിൽ ഒരു ജെൻസി തലമുറയ്ക്ക് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഇതിനെ അച്ഛൻ പറഞ്ഞതുപോലെ ആ ഭാഷയുടെ ഒരു സെൻസിബിലിറ്റി കിട്ടാൻ എന്തെങ്കിലും ഒരു പ്രശ്നമുള്ളതായി സാറിന് തോന്നുന്നുണ്ടോ? കുട്ടികൾ പറയേണ്ടുന്ന ഉത്തരവാണ്. പക്ഷേ കൃത്യമായ അർത്ഥത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുന്നതിൻ്റെ കാരണം നമ്മുടെ ഒരു ആരാധന, നമ്മുടെ ഏജ്, ഇതിലെല്ലാം നമ്മൾ നിൽക്കുന്ന ഒരു കൾച്ചറൽ സെറ്റിംഗ് ഉണ്ട്. ആ കൾച്ചറൽ സെറ്റിങ്ങിലുള്ള ഒരു ലാംഗ്വേജിലാണ് നമ്മൾ ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇനി ബെഞ്ചമിൻ മിൽനോസ്കിയുടെ ഒരു കൊച്ചുദാഹരണമുണ്ട്. അദ്ദേഹം ഈ നരവംശാസ്ത്രം പഠിപ്പിക്കുന്ന ഗവേഷണം നടത്തുന്ന ആളായിരുന്നു. അദ്ദേഹം ടോബ്രിയാൻഡറുകൾ എന്ന് പറയുന്നൊരു വിഭാഗത്തിൻ്റെ ഇടയിൽ ഗവേഷണം ചെയ്യുന്ന സമയത്ത് മിഷണറിമാർ അവിടെ ചെന്നു. മിഷണറിമാർ ചെന്നിട്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഈ പ്രാർത്ഥന എത്ര പഠിപ്പിച്ചിട്ടും ഈ വിഭാഗത്തിന് മനസ്സിലാകുന്നില്ല. അവസാനം ബെഞ്ചമിൻ മിൽനോസ്കിയെ സമീപിച്ചിട്ട് പറഞ്ഞു, ഈ പ്രാർത്ഥനയൊന്നും ഇവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തു. അദ്ദേഹം അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തു, സ്വർഗസ്ഥനായ ഞങ്ങളുടെ അമ്മാവ നിൻ്റെ രാജ്യം വരയണമേ. കാരണം ഈ അമ്മാവൻ എന്നുള്ള സങ്കല്പം എന്ന് പറഞ്ഞല്ലേ, അമ്മാവൻ എന്നുള്ള സങ്കല്പം അവർക്കുണ്ട്. അതായത് ഇപ്പം നമ്മളെ സംബന്ധിച്ച് വേദപുസ്തകത്തിലൂടെ നമ്മൾ വ്യാഖ്യാനം ചെയ്ത് കൊടുക്കുന്ന ഒരു ഭാഷാലോകത്തിൻ്റെ സങ്കല്പങ്ങളെ സംശീകരിക്കാൻ കഴിയുന്ന ഒരു ജനറേഷൻ അല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ടെക്സ്റ്റ് തന്നെ അവർക്ക് എൻറ്റയർലി ഡിഫറെൻ്റാണ്. അതാണ് എനിക്ക് അതിനെക്കുറിച്ച് തോന്നുന്നത്. രണ്ടാമത്തെ സംഗതി, അവരുടെ ഭാഷയിലേക്ക് ടെക്സ്റ്റിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ? ആ ഒരു കൺവേർഷൻ എങ്ങനെയാണ് ഇതിൻ്റെ വാല്യൂ സിസ്റ്റംസിനെ എടുക്കുന്നത്? ഇപ്പോൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന് പറയുന്ന സങ്കല്പത്തിലും സ്വർഗസ്ഥനായ ഞങ്ങളുടെ അമ്മാവൻ എന്ന് പറയുന്ന സങ്കല്പത്തിലും രണ്ട് തരം വാല്യൂ സിസ്റ്റംസ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ ഫെയ്ത്ത് ട്രാൻസ്ഫർ ചെയ്യുന്ന തലങ്ങളിൽ വലിയ ശൂന്യതകൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ചർച്ചിൻ്റെ ഒരു റോളെന്ന് പറയുന്നത് അതിനെ ഫില്ല് ചെയ്ത് പോകാനുള്ള മെത്തഡോളജി ടൂൾസും വികസിപ്പിക്കുക എന്നുള്ളതായിട്ടാണ് തോന്നുന്നത്. ഈ ഭാഷ എന്നൊക്കെ പറയുമ്പോഴേ അത് വെറും ഒരു മീനിങ് മാത്രമല്ല, അതിനൊരു ഇമോഷണൽ കണ്ടൻറ്റും കൂടെ വരുമല്ലോ. ഞാൻ ഏതോ പ്രസംഗത്തിൽ പറഞ്ഞപ്പോൾ എൻ്റെ അമ്മയെ തള്ളേന്ന് വിളിച്ചു. അപ്പോൾ ഒന്ന് രണ്ട് അപ്പച്ചന്മാർ പറഞ്ഞു, അച്ഛൻ എന്നാലും അത് മോശമായിപ്പോയി, അച്ഛൻ അമ്മയെ തള്ളേന്ന് വിളിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു, ക്രിസ്ത്യകൃത്യത്തിലൊരു പാട്ടുണ്ട്, തള്ളയാമേശുവിൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, യേശുവിനെ തള്ളേന്ന് വിളിക്കാമെങ്കിൽ അപ്പം
തള്ള എന്ന വാക്ക് ആ അപ്പച്ചൻ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പം ഈ ഞായറാഴ്ചകളിൽ നമ്മൾ നേരിടുന്ന ഒരു വലിയ ക്രൈസിസ് എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ തിങ്കൾ മുതൽ ശനി വരെ ഉപയോഗിക്കുന്ന വാക്കോ ആ വാക്കിൻ്റെ അർത്ഥമോ ഇതൊന്നുമല്ല സൺഡേയിൽ വരുന്നത്. അപ്പം ലിറ്റർജി വളരെ കൃത്യമായി നമ്മൾ ഉപയോഗിക്കുന്നു, വായിക്കുന്നു, അതിന് കൃത്യമായൊരു പ്രാർത്ഥനാക്രമമുണ്ട്. ഇതിൻ്റെ ഒരു വൈകാരിക അംശം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വൈകാരികത നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ അച്ഛൻ കൊച്ചമ്മ ഒരു വൈദികൻ്റെ സഹധർമ്മിണിയുടെ ആയതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, എങ്ങനെയാണ് നമുക്ക് ഈ ലിറ്റർജിയിലെ പ്രാർത്ഥനകളുടെയൊക്കെ ആ ഒരു ഇമോഷണൽ കണ്ടൻറ്റ് നഷ്ടപ്പെട്ടു പോകാതെ എങ്ങനെയാണ് നമുക്കൊരു ജെൻസിയോട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഇന്നത്തെ കുട്ടികളുടെ ഭാഷ, നമ്മളിപ്പോൾ ഇന്ന് വീടുകളിൽ നമ്മൾ നോക്കുമ്പോൾ പല ഭാഷകൾ സംസാരിക്കുന്നവരുടെ ഒരു കൂട്ടമായിട്ടാണ് നമ്മുടെ വീടുകളൊക്കെ മാറിയിരിക്കുന്നത്. മക്കൾ സംസാരിക്കുന്ന, അച്ഛൻ മുമ്പേ പറഞ്ഞതുപോലെ അവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നു, നമ്മളൊരു അറ്റംപ്റ്റഡ് ഇംഗ്ലീഷ് സംസാരിക്കുന്നു. ചിലപ്പോൾ മക്കൾ, എൻ്റെ കൊച്ചുമോള് ഭോപ്പാലിലാണ്, ഇപ്പോൾ അവളോട് ഞാൻ ഹിന്ദി പഠിച്ചെങ്കിലേ എനിക്ക് അവളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ സാധിക്കുന്നുള്ളൂ. അതുകൊണ്ട് അപ്പോൾ ഞാൻ ചില കാര്യങ്ങളൊക്കെ എന്തെന്ന് ചോദിക്കുമ്പോൾ അവൾ ചിലപ്പോൾ തിരിച്ച് അത് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒക്കെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ തരുന്നുണ്ട്. അപ്പം അങ്ങനെ ഈ പല ഭാഷകൾ സംസാരിക്കുന്നവരുടെ, ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വിവാഹം കഴിക്കുന്നവരും അങ്ങനെയൊക്കെ വരുമ്പം ഈ ഒരു പ്രോബ്ലം കൂടി തന്നെയാണ് വരുന്നത്. അതിനെ ഓവർകം ചെയ്യാനായിട്ട് ഇപ്പോൾ ഈ ജെൻസി ഇവർക്ക് തന്നെയായിട്ടൊരു വർഷിപ്പ് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഇതിനെ ഒന്ന് വിവർത്തനം ചെയ്യുകയോ അല്ലെങ്കിൽ അവർക്ക് സ്വതന്ത്രമായിട്ടൊരു വർഷിപ്പ് നടത്താനായിട്ട് ഒരു അവസരങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്താൽ നമുക്കതിനെ അതിജീവിക്കാൻ സാധിക്കത്തില്ലേ? അല്ലാതെ നമ്മുടെ ഈ ലിറ്റർജി ഇതിങ്ങനെ തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ അവർക്ക് ഒരു പക്ഷേ മനസ്സിലാവത്തില്ല. പക്ഷേ അവരെ കൂടെ അക്കോമഡേറ്റ് ചെയ്യത്തക്ക രീതിയിൽ അതിനെ നമുക്ക് അവരുടേതായ ഒരു വർഷിപ്പ് ഒരു സൺഡേ എങ്കിലും അവർക്ക് നൽകാനായിട്ട് നമുക്ക് സാധിക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം. സാറിന് എന്താ പറയാനുള്ളത്? ഇല്ല അച്ഛൻ, ഞാൻ നമ്മുടെ ലാസ്റ്റ് റൗണ്ടിൽ കുട്ടി ചോദിച്ച ചോദ്യവും ഇതും തമ്മിൽ ലിങ്ക് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. അതിൽ കുട്ടി ചോദിച്ചൊരു സംഗതി, വളരെ ടോക്സിക്കായിട്ടുള്ള ഒരു ചർച്ച് എൻവയോൺമെൻറ്റ്, അവിടെ ഞാൻ എന്തിനിരിക്കുന്നു എന്നുള്ള ഇതിന് ഞാൻ ഈ വേദപുസ്തകത്തിലെ 2 കഥാപാത്രങ്ങളിലേക്ക് നമുക്കിത് കൊണ്ടുപോകാൻ പറ്റും. ഒന്ന് ശമരിയ സ്ത്രീയാണ്, മറ്റേത് യൂദയാണ്. ശമരിയ സ്ത്രീ യേശുവിനെ സ്നേഹിച്ചുകൊണ്ട് തൈലമൊഴിച്ച് അവനെ അടുത്തിരിക്കുന്നു. ഇപ്പോഴത്തെ യൂദയുടെ ഒരു യുക്തി വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ ആ കഥയും അതിൻ്റെ എൻഡുകളോട് നിൽക്കട്ടെ. പക്ഷെ 2 പേരും ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ 2 പ്രതീകങ്ങളുണ്ട്. ഇവിടെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് ശമരിയ സ്ത്രീ ഒരു പ്രത്യേക ലാംഗ്വേജ് ഉപയോഗിക്കുന്നുണ്ട്. ഈ ലാംഗ്വേജ് ശിഷ്യർക്കോ കമ്മ്യൂണിറ്റിക്കോ മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. ഇതുതന്നെയാണ് ജെൻസിയുടെ ലാംഗ്വേജിൻ്റെ പ്രശ്നം. നമ്മുടെ ബോബി ജോസ് കട്ടിക്കാട് അച്ഛൻ അഞ്ചപ്പം ഉണ്ടാക്കിയിട്ട് പറയുന്നുണ്ട്, അന്നവും അക്ഷരവും ഒക്കെ ആദരവോട് കൊടുക്കണം. അതിനകത്ത് അച്ഛനൊരു സ്പിരിച്വാലിറ്റി കാണുന്നുണ്ട്. അപ്പോൾ ഈ സ്പിരിച്വാലിറ്റി ഒക്കെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ മർത്തോമ സഭയിൽ ഒരു റിട്ടയർഡായിട്ടുള്ള അച്ഛൻ്റെ അടുത്ത് ചെന്നിട്ട് ഞാനും എൻ്റെ സുഹൃത്തൂടെ പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾ അഞ്ചപ്പമൊക്കെ നടത്തുന്നുണ്ട്, അച്ഛന് ഏതായാലും റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് ഇതിലേക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛന് ഇതെല്ലാം കേട്ടിട്ട് എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, സാറേ നിങ്ങൾ ചോറ് കൊടുക്കുന്നുണ്ട്, നിങ്ങൾ യേശുവിനെ കൊടുക്കുന്നുണ്ടോ? ഞങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. അങ്ങനെ ഒരു ചോദ്യവും ഉത്തരവും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ഇവിടെയാണ് ജെൻസിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സ്പിരിച്വാലിറ്റിയുടെ ഒരു തലം എന്ന് പറയുന്നത് മെറ്റീരിയലുകൾ ട്രാൻസ്ഫർ ചെയ്യുന്നിടത്താണ്. നമ്മൾ വെർബലായിട്ടുള്ള വാക്കുകളായിട്ടാണ് ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയും നമ്മൾ ബോധ്യങ്ങൾ നിൽക്കുന്ന ഇല്ല ബോധ രീതി എന്ന് പറയാം, അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയും ഇമ്പാർട്ട് ചെയ്യുന്ന ചില സംഗതികളുടെ പ്രശ്നമാണ്. ഒരു കാര്യം കൊണ്ട് ഞാൻ 86 നമ്മുടെ നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങുമ്പോൾ ആരെയും ഭാവഗായകരാക്കുവാത്മ സൗന്ദര്യധാമമാണെന്ന് ഇത് പറഞ്ഞു. ഞാൻ ജോലിക്ക് കയറുന്ന വർഷത്തെ ലജ്ജാവതി എന്നുള്ള പാട്ട് വരുന്നു. 2 കോണ്ടെക്സ്റ്റ് ലാംഗ്വേജസ് ഇവോൾവ് ചെയ്ത് വരിക. അപ്പം നമ്മൾ ഈ ലാംഗ്വേജിലേക്ക് നമ്മളുടെ ഫെയ്ത്തിനെയും സ്പിരിച്വാലിറ്റിയും കൊടുക്കാൻ എന്ത് ചെയ്യുമെന്നുള്ളത്, അതാണ് ആ കുട്ടി ചോദിച്ചതെന്ന് എനിക്ക് സാറ് പറഞ്ഞത് വളരെ ശരിയാണ്. ഈ അടുത്ത സമയത്ത് എൻ്റെ ഒരു പഴയ പള്ളിയിലെ ഒരു പയ്യൻ
അവൻ്റെ ഒരു ഹിന്ദു ഫ്രണ്ട് ക്യാൻസറാണ്. അപ്പോൾ അവൻ വീട്ടിൽ വന്നിട്ട് അമ്മയോട് പറഞ്ഞു, കീമോ തുടങ്ങുമ്പോൾ അവൻ്റെ മുടി പോവും. അവനെൻ്റെ ഫ്രണ്ടാണ്, അവന് മുടി പോകുന്ന ഭയങ്കര സങ്കടമായിരിക്കും. അതുകൊണ്ട് ഞാനും എൻ്റെ മുടി ഷേവ് ചെയ്യാൻ പോവാം. അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം ഈ വെർബലല്ല, അത് ബോഡിലി ആണ് അവനെ സംബന്ധിച്ചിടത്തോളം സ്നേഹമെന്ന്. അപ്പോൾ ഈ സാറ് പറഞ്ഞതുപോലെ ഇത് ഇങ്ങനെയാണ്, അത് അവനെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രൂ ജെനുവിൻ ക്രിസ്ത്യൻ ലവിൻ്റെ ഭാഗമാണ്. അവൻ ഉടനെ മുടി ഷേവ് ചെയ്യണമെന്ന് തോന്നുക. എൻ്റെ ഫ്രണ്ടിന് മുടി പോകുമ്പോൾ അവൻ ഒറ്റയ്ക്കാണെങ്കിൽ വിഷമം വരത്തില്ലേ, അത് വേണ്ട. അപ്പം അങ്ങനെ ചിന്തിക്കുന്ന ഒരു തലമുറയുടെ ഭാഗമാണ് നിങ്ങൾ. അതുകൊണ്ട് ആട്ടെ, നമ്മുടെ റിസോഴ്സസിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ ശ്രമിച്ചത്, ബൈബിൾ, ലിറ്റർജി തുടങ്ങിയ റിസോഴ്സസ്, ടൂൾസ്. ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് വിൽ ഗോ ടു ദ ലാസ്റ്റ് റൗണ്ട്. ആരാണ്ട് കഴിഞ്ഞ പ്രാവശ്യം 1-2 പേര് കൈ ഉയർത്തിയായിരുന്നു. ഒരു മൈക്ക് അവിടെ കൊടുക്കണേ. എൻ്റെ പേര് മാത്യു കോശി എന്നാണ്. മാത്യു കോശി ഒരു ഇലക്ഷൻ ഇന്നാ ജയിക്കും കേട്ടോ. ഇന്ന് നാളെ നിന്നാലോ എന്ന് ആലോചിക്കും. ഇവിടെ ഉണ്ടല്ലോ, ഞങ്ങളുടെ മുൻവികാരിയായിരുന്നു ഷിബി അച്ഛൻ. അച്ഛനോട് തന്നെ ഞാൻ ആദ്യം ചോദിക്കുകയാണ്, ടൈം ഫാക്ടർ വളരെ നിർണായകമാണ്. നമ്മുടെ ഇന്നത്തെ ആരാധന ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ്. ഞാൻ തീർച്ചയായിട്ടും ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ ചെറുപ്പത്തിലെ ശനിയാഴ്ച വൈകുന്നേരം മുതൽ നമ്മൾ വേറൊന്നും പഠിക്കത്തില്ല, പുസ്തകമെല്ലാം അടച്ചു വെക്കും. എല്ലാ ആഴ്ചയും ഒരു ദിവസം നമുക്ക് പൂജയുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ പിന്നെ ആത്മീയ കാര്യങ്ങളാണ്. ആ ഒരു കോണ്ടസ്റ്റിൽ രൂപപ്പെട്ട ഒരു ആരാധനയാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഒരു 120 വർഷം കഴിഞ്ഞ് ഇന്ന് സമയം വളരെ പ്രേഷ്യസ് ആണ്. കുട്ടികൾ പള്ളി കഴിഞ്ഞാൽ, ഫസ്റ്റ് സർവീസ് കഴിഞ്ഞാൽ ഉടനെ എൻട്രൻസ് കോച്ചിങ്ങിന് പോവുകയാണ്. അത് അവരുടെ ആവശ്യമാണ്. അവർ IIT നീറ്റ് എഴുതുക, അവരുടെ കരിയർ ഓറിയൻറ്റഡ് ആണ് അവർ. അന്നപ്പോൾ അവരോട് എനിക്കൊരു ഞായറാഴ്ച കൊടുക്കാനില്ലയോ, നിനക്ക് IPL കാണാൻ 4 മണിക്കൂറുണ്ടല്ലോ, ഞായറാഴ്ച തന്നെ ഇത്ര വലിയ ധൃതിയെന്ന് അച്ഛന്മാർ ചോദിക്കുന്നത് ഭയങ്കര, ഇപ്പോൾ ആ കുട്ടി പറഞ്ഞ പോലെ ഒരു ടോക്സിക് എൻവയോൺമെൻറ്റ് പള്ളികളിൽ സൃഷ്ടിക്കുകയാണ്. അതുകൊണ്ട് അച്ഛനോട് എനിക്ക് ചോദിക്കാനുള്ളത്, എത്ര നാളെടുക്കും നമ്മുടെ ആരാധന ഇനി ഒന്ന് മാറ്റി എഴുതുവാൻ? പിന്നീട് ജോർജ് സാറിനോട് എനിക്കൊരു ചോദ്യമുള്ളത്, ഇതിനൊരു കൗണ്ടർ ഇതുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് 30 സെക്കൻഡുള്ള റീൽസ് പോലും കാണാനുള്ള സമയമില്ല. പക്ഷേ സാറിനറിയാം, കോളേജുകളിൽ പരീക്ഷ ഇപ്പോഴും 3 മണിക്കൂർ തന്നെ. 30 സെക്കൻഡ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഒക്കാത്ത ഒരാളെങ്ങനെ 3 മണിക്കൂർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? അങ്ങനൊരു കൗണ്ടർ ഇത് വരുന്നുണ്ട്. സാർ അത് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളായിട്ടാണ് ഞാൻ സാറിനോട് അത് ചോദിക്കുന്നത്. അതിൻ്റെ സാറിൻ്റെ കമൻറ്റ് എന്താണ്? കൊച്ചമ്മയോട് എനിക്ക് ചോദിക്കാനുള്ളത്, കൊച്ചമ്മ ഒരു സേവ്യ സംഘത്തിന്റെ ഇതിലായോണ്ട് പണ്ടൊക്കെ ഈ മീൻകറിയൊക്കെ വെക്കുന്ന ഉടനെ ഒരു 2 ദിവസം മുമ്പേ അല്ലെ 1 ദിവസം മുമ്പേ വെക്കുന്ന മീൻകറിക്കായിരുന്നു ടേസ്റ്റ്. എന്നാൽ ഇപ്പോൾ കാണുന്ന മീനെ പിടിച്ചു വെക്കുകയാണ്. അപ്പോൾ കൊച്ചമ്മ, ജീവിതത്തിന്റെ രുചി പുതിയ കാലഘട്ടത്തിൽ ഈ ടൈം ഫാക്ടർ കൊണ്ട് മാറിയോ, അതോ പുതിയ രുചികൾ നമ്മൾ തേടുകയാണോ? ഈ 3 പ്രതികരണം. സമയമില്ലെങ്കിൽ പറയേണ്ട നിർബന്ധമില്ല, ഞാനൊന്ന് എക്സ്പ്രസ് ചെയ്തേ ഉള്ളൂ. ഓക്കെ. എല്ലാം കൂടെ ഈ വർഷം പറയണമെന്നില്ല. പ്രിയപ്പെട്ട മാത്യു കോശിയുടെ ചോദ്യത്തിന് വളരെ സന്തോഷം. ടൈം ഫാക്ടർ എന്നുള്ളൊരു ചോദ്യമാണ്. ഈ നമ്മൾ സമയത്തെ എങ്ങനെ കാണുന്നു എന്നുള്ള ഒരു ചോദ്യമുണ്ട്. കാരണം ഒരു കാലഘട്ടത്തിൽ ഒരു കാർഷിക സമൂഹം ഉണ്ടായിരുന്ന കാലഘട്ടം, നമ്മുടെ ലൈഫിൻ്റെ ഡെയിലി സിസ്റ്റം തന്നെ വളരെ സ്ലോ ആയിട്ട് മൂവ് ചെയ്ത ഒരു കാലഘട്ടം. അന്ന് നമുക്ക് ഇത്രത്തോളം ഒരു ടൈം കോൺഷ്യസ്, ഈ വിധത്തിലുള്ള തീവ്രമായ ഒരു ടൈം കോൺഷ്യസ്നെസ് നമുക്കുണ്ടായിരുന്നില്ല. അന്നേരം എനിക്ക് തോന്നുന്നു നമ്മളുടെ ചർച്ചിൻ്റെ അല്ലെങ്കിൽ വിശ്വാസ സംബന്ധമായ പല പ്രാക്ടീസുകളെല്ലാം ആ ഒരു കൾച്ചറൽ സെറ്റിങ്ങിനകത്ത് ഇവോൾവ് ചെയ്തതാണ്. ഇപ്പം കൺവെൻഷന് പോയി 1 മണിക്കൂർ പ്രസംഗം കേട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ആരാധനാലയത്തിൽ പോകുമ്പോൾ 2 മണിക്കൂർ അല്ലെ 2.5 മണിക്കൂർ ആരാധനയിൽ പങ്കെടുക്കുന്നതിലൂടെയാണ് നമ്മളുടെ ഒരു ഫെയ്ത്തിൻ്റെ ബെസ്റ്റ് എക്സ്പ്രഷൻസ് ഉണ്ടാകുന്നത്. അതാണ് എൻ്റെ ഒരു വിറ്റ്നസ്. അത് ആ കാലഘട്ടത്തിൽ ആ ഒരു കൾച്ചറൽ സെറ്റിങ്ങിനകത്ത് അത് ഈ പറഞ്ഞതുപോലെ കറക്റ്റായിരുന്നു. എന്നാൽ ലോകത്തിൽ നമ്മളുടെ ഒരു മൊത്തം സാഹചര്യം മാറുകയും നമ്മളുടെ ലൈഫിൻ്റെ നിത്യേനയുള്ള വർത്തനാരീതികൾ, വ്യവഹാര രീതികളിൽ മാറ്റം വരികയും നമ്മളുടെ സിസ്റ്റം ഓഫ് ഫങ്ഷനിങ് മാറുകയും ചെയ്തപ്പോൾ ടൈമിനെ കുറിച്ച് തന്നെയുള്ള നമ്മുടെ ധാരണകൾക്ക് തിരുത്തലുണ്ടായി. അതുകൊണ്ട് ഇന്ന് നമ്മൾ നോക്കുന്നത്
ക്വാളിറ്റി വിത്തിൻ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം എന്നുള്ളതാണ്. അവിടെയാണ് ഈ മുമ്പേ പറഞ്ഞ പോലെയുള്ള റീൽസൊക്കെ വരുന്നത്. ഏറ്റവും ചെറിയ സമയത്തിനുള്ളിൽ ഏറ്റവും ബെസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ 2 അപകടമുണ്ട് ഇതിനകത്ത്. ഒന്ന്, സമയത്തെക്കുറിച്ച് സമയത്തിനനുസരിച്ച് ആരാധന കാര്യങ്ങളെല്ലാം കുറയ്ക്കണം എന്നെല്ലാം വാദിക്കുമ്പോൾ തന്നെയും ചില ആളുകളെ സംബന്ധിച്ച് സമയം എന്തിനാണ് എന്നുള്ളത്, ഇപ്പോൾ നമ്മളുടെ പള്ളിയിൽ വരുന്ന സീനിയേഴ്സ്, ഇപ്പോൾ സേവ്യാസംഘത്തിലാണെങ്കിലും ഇടോമിഷൻ ആണെങ്കിലും സീനിയർ സിറ്റിസൺ ആണെങ്കിലും അവർക്ക് ഇതല്ലാതെ മറ്റൊരു ലോകമില്ല. അപ്പം അവരെ സംബന്ധിച്ച് ഈ ഒരു ടൈം ഫ്രെയിം ഓക്കെയാണ്. എന്നാൽ ഈ പറയുന്ന ജൻസിയെ സംബന്ധിച്ച് വരുമ്പോഴാണ് ഒരുപാട് കാര്യങ്ങൾ ഇൻവോൾവ് ആകും. മാത്യുക്കോശി ചോദിച്ച ചോദ്യം, നമ്മുടെ ആരാധന ക്രമങ്ങളെല്ലാം ഇങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് വരാൻ എത്ര കാലം എടുക്കും എന്നുള്ളതാണ്. നമുക്കിപ്പോൾ അങ്ങനെ പ്രവചിക്കാൻ പറ്റത്തില്ല ഇത്ര കാലം കഴിയുമ്പോൾ ഇതിങ്ങനെ ആയിക്കോളും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധേയമാണ്, നമുക്ക് നമ്മുടെ ടൈം കോൺഷ്യസ്നെസ് നമ്മളുടെ മാറിയ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ മുമ്പേ ചോദിച്ച ആ ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ വെർബൽ വിധത്തിലുള്ള അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രാർത്ഥനകളിലാണെങ്കിലും ആരാധനക്രമങ്ങളിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ മോസ്റ്റ് എക്സ്പ്രസീവായിട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ചൊരു പഠനം നടക്കേണ്ട ആവശ്യം. കാരണം അല്ല എങ്കിലുള്ള കുഴപ്പം, ഇപ്പം തന്നെ ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു സെൽഫ് ക്രിറ്റിസിസമായിട്ട് പലപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമാണ്, ഈ പ്രസംഗത്തിൽ ഉപയോഗിക്കുന്ന വാചകങ്ങളുടെ നീളം തന്നെ വളരെ വലുതാണ്. അതെന്താണ് ഞാൻ അതൊന്ന് ചെറുതാക്കി ഷോർട്ടായിട്ട് പറഞ്ഞു തുടങ്ങുന്നത്? കാരണം അത് തന്നെ ഒരു സെൽഫ് ക്രിറ്റിസിസം, സെൽഫ് അനാലിസിസ് ഇതിനുള്ളിൽ വരാത്തിടത്തോളം കാലം മാത്യുക്കോശി ഉന്നയിച്ച ഈ ഒരു പ്രോബ്ലത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യത്തില്ല. എന്നാൽ അതേസമയം നമുക്ക് എങ്ങനെ ഇതിനെ ബെസ്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ള പുതിയ ടൈം കോൺഷ്യസ്നെസ് അതിനകത്ത് നമുക്കറിയാം. ഈ ബീയിങ് ആൻഡ് ടൈം എന്ന് പറയുന്ന ഒരു എഴുത്ത് മാർട്ടിൻ ഹൈഡഗർ എന്ന ഫിലോസഫർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ആ ടൈം ഹിസ്റ്ററിയൊക്കെ ഡെവലപ്പ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഉണ്മയുടെ ഒരു ഉണ്മയും സമയവും എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യപ്പെടുന്നു എന്നുള്ള ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. അതിനെ മൊത്തത്തിലാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്. അതായത് നമുക്കിവിടെ ഇരുന്നൊരു ഇത്ര കാലം കൊണ്ട് ഇത് ശരിയാകുമെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ കോൺഷ്യസ് ആയിട്ട് ഇതിനെ ഡെലിബറേറ്റ് ആയിട്ടുള്ള സെൽഫ് ക്രിട്ടിക് ആയിട്ടുള്ള അനാലിസിസ്, ഒബ്സർവേഷൻസ്, ഇവാലുവേഷൻ നടന്നെങ്കിലേ പറ്റൂ. നമുക്ക് ആ സെഷന് എനിക്ക് ആ ടൈമിനോടുള്ള മാത്യുക്കോശിയുടെ ചോദ്യത്തോടുള്ള എൻ്റെ ഒരു റെസ്പോൺസ്, ആരാധനയ്ക്ക് സമയം കൂടുതലാണ്, എന്നാൽ പൊതുയോഗത്തിനും കമ്മിറ്റിക്കും സമയം കൂടുതലാണെന്ന് ഇന്ന് വരെ പരാതി പറഞ്ഞ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. പ്രസംഗം 10 മിനിറ്റ് നീണ്ടാൽ ഉറങ്ങും, 3 മണിക്കൂർ പൊതുയോഗം നീണ്ടാൽ ഉറങ്ങത്തില്ല. അപ്പോൾ ഇത് അടിസ്ഥാന പ്രശ്നം, നമുക്കിതിലൊരു മീനിങ് കണ്ടെത്താൻ കഴിയുന്നില്ലെന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. എന്നാൽ ഹാവിങ് സെഡ് ദാറ്റ്, മാത്യുക്കോശി പറഞ്ഞ അതിനകത്തൊരു പോയിൻ്റ് ഉണ്ട്. അതായത് ഒരു കാലത്ത് കൂടുതലും കേൾക്കുകയായിരുന്നു, ഒരു റേഡിയോ ജനറേഷനാണ്. എന്നാൽ ഇന്ന് കൂടുതലും ഒരു വിഷ്വൽ ജനറേഷനാണ്. അപ്പം ഒരു ടൈം ഫാക്ടർ ഒരു വലിയ ചലഞ്ചായി മാറുന്നത് എല്ലാം കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു വിഷ്വൽ ജനറേഷനിൽ ഈ ഓഡിയോ മാത്രമുള്ള ഒരു കാര്യം വരുമ്പോൾ അവർക്കത്, അതുകൊണ്ടാണ് ഈ മാത്യൂസ് കറിയാച്ചനൊക്കെ പവർ പോയിൻ്റ് ഉപയോഗിക്കുന്നത്. പോയിൻറ്റിന് പവർ ഇല്ലെങ്കിലും നമ്മൾ പവർ പോയിൻ്റ് ഉപയോഗിക്കും. എന്താ കാര്യം? കാരണം അച്ഛൻ്റെ പോയിൻറ്റിന് നല്ല പവർ ഉണ്ടായിരുന്നു. കാരണം ഇത് ഈ ഓഡിയോയും വീഡിയോയും കൂടെ, വിഷ്വലും കൂടെ, രണ്ടും കൂടെ വരണം. ഓഡിറ്ററിയായി മാത്രം നമുക്കിനി മുന്നോട്ട് പോകാനായിട്ട് കാരണം സ്മാർട്ട് ക്ലാസ്സുകളൊക്കെ വന്നു തുടങ്ങി. അതുകൊണ്ട് ഈ ആരാധനയുടെ സമയത്തെക്കുറിച്ച് വേവലാതിപ്പെടുന്നതിനേക്കാൾ ഇത് കുറച്ചുകൂടെ വിഷ്വലായും ഓഡിയോ ആയി രണ്ടും കൂടെ ചേർത്ത് എങ്ങനെ കുറേ കൂടെ ഇൻ്ററാക്റ്റീവ് ആൻഡ് എൻഗേജിങ് ആക്കാം എന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ തലയും വാലും ഒക്കെ മുറിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആരാധനയുടെ ഒരു മുഴുവൻ സൗന്ദര്യവും നഷ്ടപ്പെട്ടു പോകാനായിട്ട് ഒരു സാധ്യതയുണ്ട്. നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോകാം. ദ ഫൈനൽ റൗണ്ട്. ഇത് നെറ്റ്വർക്കിംഗ് ആണ്. 4 മണിക്ക് നിർത്തണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ നെറ്റ്വർക്കിംഗ് എന്നൊക്കെ പറയുമ്പം ഒരു കമ്മ്യൂണിറ്റിയാണ്. ഇപ്പം ഐരാണിക്കുടിയിൽ നിന്ന് വന്ന, ഐരാണി കുഴിയാണോ കുടിയാണോ നമ്മൾ? രണ്ടാണേലും കൂവാണല്ലോ, പോട്ടെ, ഐരാണി കുടിയാണേലും കുഴിയാണെങ്കിലും. അപ്പോൾ അവിടെ നിന്ന് വന്ന മോള് പറഞ്ഞ ഒരു വാക്കുണ്ട്, ചർച്ച് പലപ്പോഴും ഒരു ടോക്സിക് എൻവയോൺമെൻ്റ് ആവുന്നു എന്നത്. അതൊരു ജെനുവിൻ കൺസേൺ ആണ്. ഒരു പരാതി എന്നതിനേക്കാൾ അതൊരു എക്സ്പീരിയൻസ് ആയിട്ടായതുകൊണ്ടാണല്ലോ അങ്ങനെ പറയുന്നത്. നമുക്കിതിനെ കുറേ കൂടെ ഫ്രണ്ട്ലി ആക്കാനായിട്ട് അങ്ങനെ ഒരു നെറ്റ്വർക്കിംഗ് സാധിക്കും. എൻ്റെ വിചാരം നമ്മുടെ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ കുറേ കൂടെ ഒക്കെ ഒന്ന് മാറേണ്ടതുണ്ടെന്നാണ് എൻ്റെ ഒരു ചിന്ത. ഇപ്പോൾ കഴിഞ്ഞ VBSന് എൻ്റെ പള്ളിയിൽ ഞങ്ങളുടെ ആൺപിള്ളേരും പെൺപിള്ളേർക്കും 2 ഗ്രൂപ്പാണുള്ളത്. അപ്പോൾ ഞാൻ എവിടെ പോയിട്ട് വന്നപ്പം
ബോയ്സിന് മോബോന്നും പെൺകുട്ടികളുടെ ഗ്രൂപ്പിന് മോജിന്നും വന്നു. അപ്പോൾ ഇതെന്തുവാന്ന് എനിക്ക് ആദ്യം പിടികിട്ടിയില്ല. ഞാൻ ഡയറക്ടറിൽ അച്ഛനോട് ചോദിച്ചു, അച്ഛാ ഇതെന്തുവാ സാധനം? ഒന്നുമില്ല, ആമ്പിള്ളേർ അവരുടെ ടീമിന് പേരിട്ടത് മോത്തീസ് ബോയ്സ് എന്നാണ്. മനസ്സിലായി? കൊള്ളാവുന്ന പിള്ളേരൊക്കെ ഉണ്ട് പൊന്നല്ലൂർ. പെമ്പിള്ളേർ മോത്തീസ് ഗേൾസ് എന്നായിട്ടെ. ഞാൻ അവരോട് ചൂടാകുക, എന്നെ റവറൻ ഡോക്ടർ മോത്തീസ് ബോയ്സ് എന്നിട്ടെന്ന്. അപ്പം ഞാൻ പറയാൻ വന്നത് ഇതിൻ്റെ അകത്തൊരു ഫ്ലെക്സിബിലിറ്റിയുടെ പ്രശ്നമാണ്. നമ്മളൊരു പുതിയ തലമുറയോട്, അടുത്ത തലമുറയോട് ഇടപെടുന്ന സമയത്ത് നമ്മുടെ ഒരു പുതിയ ശരീരഭാഷ കാലവും ലോകവും ആവശ്യപ്പെടുന്നുണ്ട്. അപ്പം നമുക്കൊരു കമ്മ്യൂണിറ്റി ഇല്ലാത്തതല്ല പ്രശ്നം, നമുക്കൊരു പുതിയ ശരീരഭാഷ ഇന്നത്തെ കാലം ആവശ്യപ്പെടുന്നുണ്ട്. ഇപ്പം പണ്ടൊരു ബാങ്കിൽ ചെന്നാൽ മാനേജർ ഒരു ക്യാബിനിൽ ഇരിക്കും, ആളുകൾ അങ്ങോട്ട് ഇല്ല. ഇന്ന് അങ്ങനെയല്ല. നമ്മുടെ അടുക്കലോട്ട് കസ്റ്റമർ ഈസ് ദ കിങ് എന്ന് പറയുന്ന ഒരു കാലം. എന്ന് പറഞ്ഞതുപോലെ ബിലീവേഴ്സ് ആർ ദ കിങ്സ്. അപ്പോൾ ഒരു പുതിയ ശരീരഭാഷ സൃഷ്ടിക്കാതെ നമ്മൾ ഈ നെറ്റ്വർക്കിങ്ങിനെ കുറിച്ച് പറഞ്ഞാൽ ഈ ജെൻസി തലമുറയ്ക്ക് അത് എത്രത്തോളം അക്സെപ്റ്റബിൾ ആവും കൊച്ചമ്മേ? അവിടെയാണ് ഈ ജെൻ എക്സ് തലമുറയും ജെൻ സി തലമുറയും തമ്മിലുള്ള ഒരു വ്യത്യാസമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഞാൻ സേവികാ സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആണ് എന്ന് പറഞ്ഞ് ഇരുന്ന് ഇവിടെയുള്ള കുട്ടികളെയൊക്കെ ബ്ലൂം ഫെസ്റ്റിൻ്റെ ഒരു ക്യാമ്പിന് വിളിച്ചാൽ അവരാരും വരില്ല. അപ്പോൾ എന്നാൽ അതേസമയം ആദ്യത്തെ വർഷം ഞാനിപ്പോൾ ഈ ഒരു സേവികാ സംഘത്തിൽ വന്ന സമയത്ത് ആദ്യത്തെ വർഷം ഒരു ബ്ലൂം ഫെസ്റ്റ് ക്യാമ്പ് നടത്താൻ വേണ്ടി വളരെയധികം കിണഞ്ഞ് പരിശ്രമിച്ചാണ് ഒരു 45 കുട്ടികളെ കണ്ടുപിടിച്ചത്. അപ്പോൾ അവരൊരു പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോൾ അവരോട് കൂടെ ചേർന്ന് നമ്മൾ ഇരിക്കുകയും അവരുടെ കൂടെ അവർക്ക് ഫുഡ് വിളമ്പി കൊടുക്കുകയും അവർക്ക് തന്നെ കുക്ക് ചെയ്ത് കൊടുക്കുകയും. ഇവിടെ മാത്യു കോശി ചോദിച്ചു, മീൻ കറിയുടെ ഇപ്പോഴത്തെ ഇവരുടെ രുചി ഭേദങ്ങളൊക്കെ ഇപ്പം മാറിയില്ലേ എന്നൊക്കെ ചോദിച്ചു. മീൻ കറി വെക്കുന്നത് സ്ത്രീകളുടെ മാത്രം ഒരു ജോലിയാണെന്ന് ഞാൻ മാത്യു കോശി ആ ചോദ്യം എന്നോടുമായിട്ട് ചോദിക്കേണ്ടതാണ്. ആർക്ക് വേണമെങ്കിലും മീൻ കറി വെക്കാം. പക്ഷേ ഇവിടെ 45 കുട്ടികളെ അന്ന് ക്യാമ്പിലൊക്കെ കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് മെത്രാപ്പൊലിത്തയുടെ അടുത്ത് നമ്മൾ പിള്ളേരെയും കൊണ്ടൊക്കെ പോയി. അപ്പോൾ അവിടെ ചെന്ന സമയത്ത് തിരുമേനി ഞങ്ങളോട് ചോദിച്ചു, ഞങ്ങൾക്ക് ഭയങ്കര എക്സ്പെൻസൊക്കെ ആയി എന്നൊക്കെ പറഞ്ഞപ്പോൾ തിരുമേനി ചോദിച്ചു, നിങ്ങൾക്ക് തന്നെ ഒന്ന് കുക്ക് ചെയ്തവർക്ക് കൊടുക്കരുതോ എന്ന് ചോദിച്ചു. അങ്ങനെ പിറ്റേ വർഷം ഞങ്ങൾ തന്നെ അടുക്കളയിൽ കയറി അവർക്ക് അവരുടെ രുചിഭേദം അനുസരിച്ച് ചോറും കറിയും 5 കൂട്ടാനും ഒന്നും ഉണ്ടാക്കാതെ ഒരു ദിവസം ഗീ റൈസ് ഉണ്ടാക്കി, മറ്റൊരു ദിവസം ലെമൺ റൈസ് ഉണ്ടാക്കി, മറ്റൊരു ദിവസം ആലു ഗോബി, ഇങ്ങനെയൊക്കെയുള്ള പുതിയ സംഭവങ്ങളൊക്കെ നമ്മൾ അടുക്കളയിൽ നിന്ന് കുക്ക് ചെയ്തവർക്ക് ഉണ്ടാക്കി കൊടുത്തു. അവർക്ക് ഭയങ്കര ആ ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെട്ടു. വനിതാ മന്ദിരത്തിലെ ഫുഡിന് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അതൊരു മൗത്ത് വിസ്പറിങ്ങിലൂടെ അപ്പോൾ അടുത്ത പ്രാവശ്യം ഒരു 85 കുട്ടികൾ വന്നു. അപ്പോൾ ഇവിടെ വന്ന കുട്ടികളൊക്കെ ഇപ്പോൾ സീനിയേഴ്സ് ആയൊരു ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഒരു എഫേർട്ടും കൂടാതെ തന്നെ ഒരു 75 കുട്ടികളെ നമുക്ക് ലഭിച്ചു. അപ്പോൾ നമ്മൾ അവരുടെ കൂടെ ചേർന്ന് അവരെ ചേർത്ത് പിടിച്ച് അവരുടെ ഒരു ലോകത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് അവർക്ക് നമ്മളെ കൂടുതൽ, അല്ലെങ്കിൽ ഇത് സേവികാ സംഘം അമ്മച്ചിമാരുടെ സംഘടനയാണ്, അവിടെ എന്താണ് ഞങ്ങൾക്ക് കാര്യം എന്നവർ പറയും. പക്ഷേ ഇന്ന് അതിനോട് ചേർന്ന് അടുത്തൊരു ജനറേഷനെ നമുക്ക് സേവികാ സംഘത്തെ പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അവിടെ ആ മോള് പറഞ്ഞു, ടോക്സിക് ആയിട്ടുള്ള ഒരു ടോക്സ് പള്ളിയിൽ ചെല്ലുമ്പോഴുണ്ട്. അത് എൻ്റെ മകളും ഒക്കെ ഷെയർ ചെയ്യുന്ന കാര്യമാണ്. പള്ളിയിൽ ചെല്ലുമ്പം ഇങ്ങനെ ആവശ്യമില്ലാത്ത ക്വസ്റ്റ്യൻസ് അവരോട് ചോദിക്കും. അപ്പോൾ നിങ്ങളുടെ ഷോൾ എന്താ അങ്ങനെ കിടക്കുന്നത്, ഇങ്ങനെ കിടക്കുന്നത്? അപ്പോൾ ഇന്നലെ ബ്ലൂം ഫെസ്റ്റിന് വന്നൊരു കുട്ടി പറഞ്ഞു, പോയപ്പോൾ അവൾ പാൻറ്റും ഒരു കുർത്തി ഇട്ടു, അപ്പോൾ അതിന് ഷോൾ ഇല്ലായിരുന്നു. അപ്പം ഈ ഷോൾ ഇട്ടുകൊണ്ട് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ചോദിച്ചു, ഷോളിൻ്റെ അറ്റത്താണോ വിശ്വാസം ഇരിക്കുന്നത് എന്ന് അവൾ ചോദിച്ചതായിട്ട് അവിടെ പറഞ്ഞു. അപ്പം നമ്മൾ അങ്ങനെ നമ്മുടെ ഒരു തലമുറയിൽ നമ്മളിങ്ങനെ കേട്ട് ഇൻഹെറിറ്റഡ് ആയിട്ട് നമ്മുടെ പണ്ട് കാലത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ മൂത്തവർ പറയുന്നത് നമ്മൾ അനുസരിക്കണം, അങ്ങനെ ഒരു തലമുറയിലാണ് നമ്മൾ വളർന്നത്. ഇപ്പോഴും നമ്മൾ അങ്ങനെ തന്നെയാണ് അത് ശീലിക്കുന്നത്. എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങനെയല്ല. അപ്പോൾ അവർ ആ ബാഹ്യമായിട്ടുള്ള പ്രകടനങ്ങളിലല്ല അവർ വിശ്വാസത്തെ അവർ കാണുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് സേവികാ സംഘത്തിലെ സീനിയറായിട്ടുള്ള സ്ത്രീകൾക്ക് കുറച്ച് അവബോധം അങ്ങനെ ഉണ്ടാക്കി കുട്ടികളെ ചേർത്ത് പിടിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നമ്മുടെ ഈ ആരാധനയിലൊക്കെ വളരെയധികം ഇൻവോൾവ് ആവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഷിബി അച്ഛനോട് ചോദിക്കാനായിട്ടുള്ളതേ, ഇപ്പോൾ നമ്മളൊരു നെറ്റ്വർക്കിങ്ങിനെ കുറിച്ചൊക്കെ പറയുന്നത്, അപ്പോൾ ഈ നെറ്റ്വർക്കിങ്ങിൽ ഒരുപക്ഷെ പള്ളിയിൽ കുഞ്ഞുങ്ങൾ പ്രതീക്ഷിക്കുന്നത് എൻ്റെ അപ്പനും അമ്മയും കഴിഞ്ഞാൽ
മറ്റാരും എന്നെ മനസ്സിലാക്കിയില്ലെങ്കിലും എൻ്റെ പള്ളിയിലുള്ളവർ എന്നെ മനസ്സിലാക്കും, അച്ഛൻ എന്നെ മനസ്സിലാക്കും എന്നാണ് ആളുകൾ ഈ മനസ്സിലാക്കപ്പെടുക എന്ന് പറയുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ? ഇപ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന ഒത്തിരി പേര് കാണും, പക്ഷെ നമ്മളെ മനസ്സിലാക്കിയവർ വളരെ കുറവായിരിക്കും. ഇത് രണ്ടും ഒന്നല്ല. അതിൻ്റെ അർത്ഥം രണ്ടും രണ്ടാണെന്നല്ല. അപ്പോൾ ഈ യുവജനങ്ങളുമായിട്ടുള്ള ബന്ധത്തിലൊക്കെ ഇന്നത്തെ ഒരു പ്രധാന ചോദ്യമായി അല്ലെങ്കിൽ ഒരു ചലഞ്ചായി വരാവുന്നത് ഒരു സെക്ഷുവൽ ഓറിയൻറ്റേഷൻ, ജെൻഡർ ഐഡൻറ്റിറ്റി എന്നൊക്കെ പറയുന്നത് ഇന്ന് വളരെ ശക്തമാണ്. ഇപ്പം എനിക്കറിയാവുന്ന അല്ലെങ്കിൽ ഒരു 5 പേരെങ്കിലും അവരുടെ ഫാമിലി ലൈഫിലെ ഒരു പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് പയ്യൻ ഗേ ആണ് എന്നതാണ്. അപ്പോൾ ഈ ഗേ, ലെസ്ബിയൻ അല്ലെങ്കിൽ നമ്മൾ LGBT എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ഞാനീ പറഞ്ഞ 5 പേരെന്ന് പറഞ്ഞത് മർത്തോമാക്കാരുടെ കാര്യമാണ്. അപ്പോൾ ദിസ് ഈസ് സോ റിയൽ എമോങ് അസ്. നമ്മളിനി അത് എവിടെയോ സായിപ്പിൻ്റെ ഇടയിലുള്ള എന്തോ ഒരു കാര്യമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ബെന്യാമീൻ പറയുന്നത് പോലെ ഇത് നമ്മുടെ കുടുംബത്തിൽ വരുന്നത് വരെ നമുക്കിതൊരു സത്യമല്ല. എന്നാൽ ഓൺ ദ വൺ അതർ ഹാൻഡ് നമുക്ക് ഹിസ്റ്റോറിക്കലായി സെക്ഷുവാലിറ്റിയെക്കുറിച്ചും കല്യാണത്തെക്കുറിച്ചും ഒക്കെ നമുക്ക് ചില പഠിപ്പിക്കലുകളുണ്ട്. So how can we balance both without condemning people with different sexual orientation and at the same time celebrating and adhering to the historical roots of our church, or historical teachings of the church? ഇതെങ്ങനെയാണ് നമുക്കിത് സാധിക്കുന്നത്? നമ്മുടെ സഭയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത കാലത്ത് നമ്മളിൽ എമേർജ് ചെയ്ത ഒരു മിനിസ്ട്രിയാണ് ഈ ട്രാൻസ്ജെൻഡർ മിനിസ്ട്രി എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് അതുമായിട്ട് കണക്ട് ചെയ്ത് ഈ ക്വസ്റ്റ്യൻസ് പോകാമെന്നുള്ളതാണ്. കാരണം ഹിസ്റ്റോറിക്കലായിട്ട് നോക്കിയാൽ, ഇപ്പോൾ വേദപുസ്തകത്തിൽ തന്നെ നമ്മൾ നോക്കിയാൽ, പഴയ നിയമത്തിൻ്റെ പല ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഈ മൾട്ടിപ്പിൾ സെക്ഷുവൽ ഐഡൻറ്റിറ്റീസ്, ജെൻഡർ റോൾസ് വേദപുസ്തകത്തിൻ്റെ കാഴ്ചപ്പാടിൽ തന്നെ വളരെ പരിമിതമായ രീതിയിലാണ് നിലനിൽക്കുന്നത്. എന്നാൽ അത് പ്രവാചക പുസ്തകങ്ങളിലൊക്കെ എത്തുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ വളരെ വ്യക്തമായ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ പ്രവാചക പുസ്തകങ്ങൾ ഇതിനെ സംബന്ധിച്ച് മുൻപോട്ട് വയ്ക്കുന്നു. എന്നാൽ അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾക്കറിയാം എങ്ങനെയാണ് ആ എമേർജിങ് ഫസ്റ്റ് സെഞ്ച്വറി ചർച്ച് ഇങ്ങനെ ഐഡൻറ്റിറ്റിയെ കാണാൻ ശ്രമിച്ചത്. അതുകൊണ്ട് വേദപുസ്തകത്തിലൂടെ തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഓരോ കാലഘട്ടത്തിലുണ്ടായ ഗൗരവമായ ഒരു വ്യതിയാനമുണ്ട് ഈ ഐഡൻറ്റിറ്റിയെ സംബന്ധിച്ച് ഉൾക്കൊള്ളുന്നതും മനസ്സിലാക്കുന്നതും. സഭ ഈ കാലഘട്ടത്തിലെല്ലാം അത് തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിചാരം. കാരണം ചരിത്രത്തിലൂടെ മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് മനസ്സിലാക്കി അതിനെ നാളെ പ്രവൃത്തിപഥത്തിൽ എത്തിക്കാൻ സഭയ്ക്ക് പലപ്പോഴും പെട്ടെന്ന് സാധിക്കില്ല. കാരണം സഭയുടെ സംവിധാനം അങ്ങനെയാണ്. വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ദൈവശാസ്ത്രപരമായ വിലയിരുത്തലുകൾ, വ്യത്യസ്തമായ ചർച്ചകൾ, സംവാദങ്ങൾ, ഇതിന് ശേഷമാണ് അതൊരു പ്രാക്ടീസായിട്ട് സഭയ്ക്കുള്ളിൽ ഡെവലപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞതുപോലെ ഇതൊരു ഗ്രേവ് യാർഡ് പോലെ പലപ്പോഴും നമ്മൾ തൊടാതെ പറയാതെ മിണ്ടാതെ പോയ ഒരു ഐഡൻറ്റിറ്റി ഇഷ്യൂസാണ് LGBTQ എന്ന് പറയും. എന്നാൽ ഒന്ന് നമ്മൾ തീർച്ചയായിട്ടും പുലർത്തേണ്ട ഒന്ന്, ഇതെല്ലാം ദ ഇമേജ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ദൈവത്തിൻ്റെ സാദൃശ്യ സ്വരൂപം എന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്കിതിനെ കാണാൻ പറ്റത്തില്ല. ഇതിനുള്ളിലെല്ലാം ഈ ഐഡൻറ്റിറ്റികളിലെല്ലാം ഇമേജ് ഓഫ് ഗോഡ് ഉണ്ട്, ഒരു ഡിവൈൻ ഇംപ്രഷനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ കാലഘട്ടത്തിൽ മനസ്സിലാക്കി തന്നെ ആയിരിക്കണം. ഓപ്പൺനെസ്സിലൂടെ മാത്രമേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നാളെ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ വിധത്തിൽ ലെസ്ബിയൻ അല്ലെങ്കിൽ ഗേ ഐഡൻറ്റിറ്റി ഉള്ളവർ തമ്മിൽ അല്ലെങ്കിൽ ഹോമോസെക്ഷുവാലിറ്റി ഉള്ളവർ തമ്മിൽ വിവാഹം കഴിക്കേണ്ട ഒരു ആവശ്യം വരികയാണെങ്കിൽ നമ്മളുടെ സാക്രമെൻ്റ് ഓഫ് മാരേജിനകത്ത് നമ്മൾ ഓപ്പൺ ആകുമോ? അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിരന്തരമായി ചോദിക്കുകയും ആ ചോദ്യങ്ങളിലൂടെ വിശ്വാസ സംബന്ധമായ കാഴ്ചപ്പാടുകൾ, മനസ്സിലാക്കലുകൾ ഒരു തുറവി പോലെ ഒരു റെവലേറ്ററി ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ സഭയ്ക്ക് അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഇതിനോടുള്ള ഒരു ദൈവസ്നേഹത്തിലുള്ള ഒരു അപ്രോച്ച് എപ്പോഴും ഉണ്ടാകണം. ഹെയ്റ്റ് അല്ലാത്ത, ഉൾക്കൊള്ളാൻ കഴിയുന്ന, സ്നേഹിക്കാൻ കഴിയുന്ന, ഈ ആളുകൾ പങ്കുവയ്ക്കുന്ന അവരുടെ നോവുകളെയും നൊമ്പരങ്ങളെയും അവരുടെ മാറ്റി നിർത്തൽപ്പെടലുകളെയും ഉൾക്കൊള്ളാത്തതിൻ്റെയും മനസ്സിലാക്കാത്തതിൻ്റെയും ഒക്കെയുള്ള വേദന നിറഞ്ഞതായ അനുഭവങ്ങളെ വളരെ ശ്രദ്ധാപൂർവം കേൾക്കുകയും
വളരെ എമ്പത്തറ്റിക്കായിട്ട് കേൾക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഒരു അത്യാവശ്യം തന്നെയാണ്. അപ്പോൾ ആ വിധത്തിൽ സ്ലോലി മാത്രമേ, എന്നാൽ നാളെ ഇത് പെട്ടെന്നാകും എന്ന് പറയരുത്. സ്ലോലി അതിലേക്ക് സഭ വളരുക, നമ്മുടെ വിശ്വാസ യാത്രയിൽ നമുക്ക് വളർച്ച ഉണ്ടാകുക, മനസ്സിലാക്കലുകളിൽ മാറ്റം വരുത്തുക. ഒരു ചോദ്യം അലക്സ് സാറിനോട് ചോദിച്ച് ഞാൻ റൗണ്ട് അവസാനിപ്പിക്കാം. അത് കഴിഞ്ഞ ശേഷം നമുക്കൊരു 5 minutes, ഇപ്പോൾ കൃത്യസമയമാവും. നമ്മളെവിടെ നോക്കിയാലും നമ്മൾ ഈ നെറ്റ്വർക്കിങ്ങിനെ കുറിച്ചും കമ്മ്യൂണിറ്റിയെക്കുറിച്ചും ഒക്കെ ആണല്ലോ പറയുന്നത്. ഒരു സാധാരണ പറയാറുണ്ട്, ദർ ഈസ് ഓൾവേസ് എ ടെൻഷൻ ബിറ്റ്വീൻ ഹെയ്റ്റ്ഫുൾ ട്രഡീഷണലിസ്റ്റ് ആൻഡ് ഫെയ്ത്ത്ലെസ് പ്രോഗ്രസീവ്സ്. വിശ്വാസമില്ലാത്ത പുരോഗമനവാദികളും വെറുപ്പ് കൊണ്ട് നടക്കുന്ന പാരമ്പര്യവാദികളും. അപ്പോൾ ഒരു പക്ഷേ അതൊരു ക്ലീഷേ ടെൻഷൻ ആയിരിക്കാം. നമ്മൾ എവിടെ നോക്കിയാലും വെറുപ്പാണ്. അത് മതത്തിൻ്റെ പേരിലാവാം, ജെൻഡറിൻ്റെ പേരിലാവാം, ജാതിയുടെ പേരിൽ. അപ്പോൾ എവിടെ നോക്കിയാലും വെറുപ്പ് നടക്കുന്ന ഒരു ലോകത്ത് എങ്ങനെയാണ് നമുക്ക് സഭയ്ക്കുള്ളിൽ ഇത്തരം വെറുപ്പുകളെ പ്രോസസ്സ് ചെയ്യാനും, ഒരു പക്ഷേ നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കാത്ത പല കോൺട്രവേഴ്സിയൽ ടോപ്പിക്സ് ഉണ്ടാവാം, ഇതിനെയൊക്കെ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു നെറ്റ്വർക്കിലൂടെ, ഈ ഒരു കമ്മ്യൂണിറ്റി കണക്ഷനിലൂടെ, കണക്ടിവിറ്റിയിലൂടെ ഇതിനെ ഒന്ന് പ്രോസസ്സ് ചെയ്യാനായിട്ട് പറ്റുന്നത്? ഈ വെറുപ്പും പകയും ജാതിയുടെ പേരിലുള്ളതും മതത്തിൻ്റെ പേരിലൊക്കെ ഉള്ളത്, അത് പലപ്പോഴും അതെങ്ങനെയാണ് നമുക്കതിനെ ഒന്ന് സാധിക്കുന്നത്? ഈ ഒരു, കാരണം എവിടെ നോക്കിയാലും വെറുപ്പാണ്, സോഷ്യൽ മീഡിയയിലും ഒക്കെ. വളരെ അച്ഛനെ ചോദിക്കാനുള്ള ചോദ്യം ചോദിച്ചു. എനിക്ക് പറയാനുള്ള ഉത്തരം ഞാനങ്ങ് പറയാം. ചോദ്യത്തിൻ്റെ ഉത്തരവാടൊന്നും നിർബന്ധമില്ല. എങ്കിലും 1-2 കാര്യങ്ങളിൽ നമ്മൾ ഈ ജെൻസിയെക്കുറിച്ച് നമ്മൾ തന്നെ ഡിഫൈൻ ചെയ്തു പോവുകയാണ്. അപ്പോൾ അതിൽ ഞാൻ മനസ്സിലാക്കിയൊരു സംഗതി, ഈ മൾട്ടിപ്പിൾ ഐഡൻറ്റിറ്റീസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ കേപ്പബിളാണ് ജെൻസി. നമ്മൾ അത്രയും കേപ്പബിളല്ല. രണ്ടാമത്തെ സംഗതി, നമ്മുടെ ഈ മുമ്പിലിരിക്കുന്ന ശരീരങ്ങൾ, അത് നമ്മൾ നേരത്തെ ആണത്വവും സ്ത്രൈണതയും കൊണ്ട് ഡിഫൈൻ ചെയ്യപ്പെട്ടത്. എൻ്റെ ഒരു ഒബ്സർവേഷൻ എന്ന് പറയുന്നത്, ആണത്വത്തിൽ നിന്ന് സ്ത്രൈണതയിലേക്കും സ്ത്രൈണതയിൽ നിന്ന് ആണത്വത്തിലേക്കും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ശരീരങ്ങളാണ് നമ്മുടെ മുൻപിലുള്ളത്. അതിൽ കാതിൽ കമ്പലെടുത്ത ആൺകുട്ടിയെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ 2 കാതിലും കമ്പലിട്ട് കൊണ്ടുവരുന്ന ആൺകുട്ടികൾ നമുക്കുണ്ട്. അപ്പോൾ ജെൻഡർ റോൾസ് റീഡിഫൈൻ ചെയ്ത ഒരു കമ്മ്യൂണിറ്റിയുടെ മുൻപിലാണ് നമ്മൾ നമ്മുടേതായിട്ടുള്ള ജെൻഡർ വാല്യൂസ് വെച്ച് വിശ്വാസത്തെയും സാമൂഹ്യ മൂല്യങ്ങളെയും കൈമാറാൻ ശ്രമിക്കുന്നത്. രണ്ടാമത്തെ സംഗതി, കാസ്റ്റിനെ സംബന്ധിച്ച്, റിലീജിയനെ സംബന്ധിച്ച് വളരെ ഓപ്പണായിട്ടുള്ള ഒരു സ്പേസിൽ വർക്ക് ചെയ്യുന്നവരാണ് ഇവരെ. ആ ഓപ്പൺനെസ് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അത് നഷ്ടപ്പെട്ടിട്ടുള്ളത്, ഞാൻ നേരത്തെ നമ്മുടെ ഒരു സംഭാഷണത്തിൽ പറഞ്ഞതുപോലെ തന്നെ, നമ്മുടെ വാല്യൂസ് ഓറിയൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള പെട്രിയാർക്കലായിട്ടുള്ള, ട്രൈബലായിട്ടുള്ള, കാസ്റ്റിസ്റ്റായിട്ടുള്ള ഒന്നിലാണ്. അതിൽ നമ്മളെ റൂൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എപ്പോഴും ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ബ്രാഹ്മണിക്കൽ വാല്യൂസ് തന്നെയാണ്. ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുറേ കൂടി വ്യത്യസ്തമായ വാല്യൂസ് അബ്സോർവ് ചെയ്തുകൊണ്ടാണ് ഇവർ ഇവോൾവ് ചെയ്തു വരുന്നത്. അതുകൊണ്ട് നമ്മൾ വെറുക്കുന്നത്ര മനുഷ്യരെ ഇവർ വെറുക്കുന്നില്ല. നമ്മൾ ഇഷ്ടപ്പെടാത്ത വേഷങ്ങളും രുചികളും ആരാധനാ രീതികളും പ്രയോഗിക്കുന്ന കുഞ്ഞുങ്ങൾ കൂടിയാണ് ഇവർ. അതുകൊണ്ടൊരു രൂപാന്തരപ്പെടുന്ന ശരീരങ്ങളോട് സംസാരിക്കാനുള്ള പക്വതയാണ് നമ്മൾ ആർജിക്കേണ്ടത് എന്നാണ് തോന്നുന്നത്. ഒരു 2 ചോദ്യം. നമുക്ക് സമയം പാലിക്കുക എന്ന് പറയുന്നതും നമ്മുടെ ഒരു മര്യാദയുടെ ഭാഗമാണല്ലോ. ഒന്ന് സാംകോശി അച്ഛൻ, പിന്നെ ഇവിടെ ഒരു മോൾ. എൻ്റെ ക്വസ്റ്റ്യൻ കോമൺ ആണ്. കുറേ നേരമായി നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്, കാലഘട്ടത്തിനനുസരിച്ച് വിശ്വാസം മാറുന്നു, ഭാഷ മാറുന്നു, ലിറ്റർജിക്ക് മോഡിഫിക്കേഷൻസ് വരുന്നു, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ചസ് വരുന്നു.
ഇങ്ങനെ സഭയിൽ വ്യത്യസ്തമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു കാലഘട്ടത്തിനനുസൃതമായി. എന്നാൽ കാലഘട്ടത്തിനനുസൃതമായി തന്നെ ക്രിസ്തുവിനെ കുറിച്ചുള്ള ഇമേജിങ്, ക്രിസ്തുവിനെ നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നുള്ളതും മാറണം എന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ ഈ കാലഘട്ടത്തിനനുസരിച്ച് ക്രിസ്തുവിന് ഈ ജനറേഷൻ, എസ്പെഷ്യലി ജെൻ സി കൊടുക്കുന്ന ഇമേജ് എത്രമാത്രം വാലിഡാണ്, അല്ലെങ്കിൽ അത് എങ്ങനെ വാലിഡാക്കി മാറ്റാൻ സഭയ്ക്കും സമൂഹത്തിനും സാധിക്കും? നിങ്ങളിൽ ആർക്ക് വേണമെങ്കിലും റെസ്പോണ്ട് ചെയ്യാം. ഈ ഇമേജ് ഓഫ് ജീസസ് അല്ലെങ്കിൽ യേശു കർത്താവിനെ കുറിച്ച് നമ്മളുടെ മനസ്സിലാക്കലുകൾ, അത് ഇവിടെ പറഞ്ഞതിൻ്റെ ഒരു റൂട്ടായിട്ട് തന്നെ ഒരു ചരിത്രത്തിലും ഒരു സംസ്കാരത്തിലുമാണ് ഇത് മനസ്സിലാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. യേശു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരു പാലസ്തീനിയൻ കൾച്ചറൽ കോണ്ടെക്സ്റ്റിലാണ് ജീസസിനെ പല വിധത്തിൽ നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നത് പോലെയുള്ള ചില കാഴ്ചപ്പാടുകൾ, സൺ ഓഫ് മാൻ, സൺ ഓഫ് ഗോഡ് എന്നൊക്കെ പറഞ്ഞു വരുന്നു. എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ യേശുവിന് കൊടുക്കുന്ന ഒരു ഇമേജ്, കർത്താവിനെ യേശു കർത്താവിനെ എത്രത്തോളം ഏതെല്ലാം വിധത്തിലുള്ള ഇമേജുകളാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്ക് വളരെ ഗൗരവമേറിയ ചോദ്യമാണ്. കാരണം അത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത് ഒരു യേശുവിനെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒന്നിലൂടെ മാത്രമേ കാണാവൂ എന്നുള്ളത് മാറുകയാണ്. കാരണം വളരെ മൾട്ടിപ്പിൾ വേയിൽ കർത്താവിനെ കാണാം. എന്നാൽ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് യേശുവിൻ്റെ ബീയിങ് ആൻഡ് ദി ഹോൾ ഫങ്ഷൻ, അല്ലെങ്കിൽ യേശുവിൻ്റെ ലൈഫിൻ്റെ ഒരു മൊത്തം ഡെസ്റ്റിനേഷൻ എന്തിലേക്കായിരുന്നു, എന്താണ് കർത്താവ് ഉദ്ദേശിച്ചിരുന്നത്, എന്താണ് കർത്താവിൻ്റെ ജീവിതത്തിലൂടെ ചെയ്തെടുത്തത്, അവിടാണ് അതിൻ്റെ ഒരു ഫോക്കസ് വരേണ്ടത്. നമ്മൾ പലപ്പോഴും എങ്ങനെയാണ് ജീസസ് ഓരോ കാലഘട്ടത്തിൽ യേശുവിൻ്റെ ബോഡിയെ വെച്ചുകൊണ്ട് തന്നെ എത്രയെല്ലാം ഇമേജുകൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ആ വിധത്തിലെല്ലാം ക്രിസ്തുവിൻ്റെ അനുയായികൾ എന്ന നിലയിൽ ഒരുപാട് ഷെയ്ഡ്സ് നമ്മുടെ ചരിത്രത്തിൽ വന്നിട്ടുണ്ട്. എന്നാൽ അതോടൊപ്പം ഇന്ന് നമ്മൾ കൊടുക്കുന്ന ഈ വ്യത്യസ്ത രീതിയിൽ കർത്താവിനെ കാണാനുള്ള നമ്മളുടെ ശ്രമങ്ങളെല്ലാം അതിൻ്റെ ഒരു കണ്ടൻറ് വൈസ്, അതിൻ്റെ ഒരു എസൻസിൽ നിന്നുകൊണ്ടാണോ എന്നുള്ളൊരു ചോദ്യം മാത്രമേ ഉള്ളൂ അതിനകത്ത് നമ്മൾ ചോദിക്കേണ്ടത്. അപ്പോൾ അവിടെയാണ് അതിൻ്റെ ഒരു ഫോക്കസ് ഷിഫ്റ്റ് ആകുന്നത്. സാമച്ചൻ. താങ്ക് യു അച്ഛൻ. എനിക്ക് തോന്നുന്നത് ഈ സൺഡേ സ്കൂൾ ക്യാമ്പിൽ പങ്കെടുക്കുമ്പോൾ സഭ മുഴുവൻ കുട്ടികളാവണമെന്നും, യൂത്ത് ക്യാമ്പിൽ പങ്കെടുക്കുമ്പോൾ സഭ മുഴുവൻ യൂത്ത് ആവണമെന്നും, സേവികാ സംഘത്തിൻ്റെ കോൺഫറൻസിൽ പങ്കെടുക്കുമ്പോൾ ഇത് മുഴുവൻ വിമൻ ആവണമെന്നും, സീനിയർ സിറ്റിസൻസിൽ പങ്കെടുക്കുമ്പോൾ അപ്പോൾ ഒരു സ്പെസിഫിക് ഐഡൻറ്റിറ്റി ആയിട്ട് മാത്രം ചർച്ചിന് മാറാൻ പറ്റുമോ? ഇതൊരു ഇൻ്റർ ജനറേഷണൽ അല്ലേ? പല തലമുറകൾ തമ്മിൽ സംവദിക്കുന്ന ഒരു സമൂഹമല്ലേ സഭ? അതല്ലേ നമ്മുടെ പള്ളികളിൽ കൊച്ചു കുഞ്ഞ് 5 വയസ്സ്, 2 വയസ്സ്, കൈക്കുഞ്ഞ് തൊട്ട് 85-90 വയസ്സ് വരെ പല പ്രായക്കാരായിരിക്കും. ഈ ഒരു ഇൻ്റർ ജനറേഷണൽ കമ്മ്യൂണിക്കേഷനും ഈ നെറ്റ്വർക്കിൻ്റെ ഒരു ഭാഗമല്ലേ ഇൻ്റർ ജനറേഷണൽ മ്യൂച്വൽ ലിസണിങ്ങും? തീർച്ചയായും കുട്ടികളെ കേൾക്കുന്ന ഒരു ജനറേഷൻ ഉണ്ടാവണം, മുതിർന്നവരെ കേൾക്കുന്ന ജനറേഷനും ഉണ്ടാവണം. അങ്ങനെ ഒരു ഡയലോജിക്കൽ എക്സിസ്റ്റൻസ് അല്ലേ, അങ്ങനെയുള്ള പോസിബിലിറ്റീസ് അല്ലേ നമ്മൾ ശ്രമിക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു ചോദ്യം. താങ്ക് യു. അതെനിക്ക് തോന്നുന്നത്, നമ്മൾ അച്ഛൻ പറഞ്ഞത് ഞാൻ അതിനോട് 100% യോജിക്കുന്നു. സഭയെ നമ്മളൊരു ഫാമിലിയായി കാണുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു ഡൈനമിക്സ് മനസ്സിലാവും. ഒരു ഫാമിലിയിൽ ആരെല്ലാം ഉണ്ടാവും? പ്രായമുള്ളവരുണ്ടാവും, ചെറുപ്പക്കാരുണ്ടാവും, അപ്പനുണ്ടാവും, അമ്മയുണ്ടാവും, കൊച്ചുമക്കളുണ്ടാവും അവിടെ. അപ്പം ഒരു ഫാമിലിയിൽ ഞാൻ മാത്രമല്ല, എൻ്റെ ഇഷ്ടം മാത്രമല്ല, എൻ്റെ ടേസ്റ്റ് മാത്രമല്ല, ഇതിൽ നിന്നും ഡിഫറൻ്റ് ആയ ആളുകളും എൻ്റെ ഫാമിലിയിലുണ്ട്. അപ്പം എനിക്കിഷ്ടം എന്നും ചപ്പാത്തിയും മുട്ടക്കറി ആണെങ്കിൽ ചപ്പാത്തിയും മുട്ടക്കറിയും ഇഷ്ടമല്ലാത്ത ആളും കുടുംബത്തിനുണ്ടാകും എന്ന് പലപ്പോഴും മറന്നു പോകുമ്പോഴാണ് പ്രശ്നം. ഇപ്പം ഇഫ് നോട്ട് മൈ വേ ഇറ്റ്സ് ഹൈവേ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ, അച്ഛൻ പറഞ്ഞതുപോലെ ചെറുപ്പക്കാർ മാത്രമല്ല, സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ മാത്രമല്ല, സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാർ മാത്രമല്ല. അപ്പോൾ എല്ലാവരും ഒരു പരസ്പര ബഹുമാനത്തിൽ ഞാൻ മാത്രമല്ല ഈ കുടുംബത്തിലുള്ളത് എന്ന് തിരിച്ചറിയുകയും ചർച്ച് എന്ന് പറയുന്നത്, അപ്പോൾ ഇതൊരു ന്യൂ ജനറേഷൻ ചർച്ചിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആണ്.
നമ്മുടെ കാരണം ന്യൂ ജനറേഷൻ ചർച്ചിൽ അത് കസ്റ്റമൈസ്ഡ് ആണ്. അവിടെ നമ്മൾ ചൂസ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിപ്പം ഒരു റോക്ക് മ്യൂസിക് ഇഷ്ടമാണ്, ഞാൻ അവിടെ പോകുന്നു, അവിടെ റോക്ക് മ്യൂസിക് മാത്രമേ ഉള്ളൂ. കാരണം അത് നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി ചെന്ന് ചൂസ് ചെയ്യുന്ന പോലെയാണ്. എന്നാൽ സഭയെക്കുറിച്ച് നമ്മൾ വിശ്വസിക്കുന്ന, ഞാനൊരു സഭയുടെ അംഗമായത് അബദ്ധത്തിലോ യദൃച്ഛയായോ സംഭവിക്കുന്നതല്ല. ഇതൊരു ദൈവത്തിൻ്റെ തീരുമാനം. എൻ്റെ പേരൻസ് പോലെ, എൻ്റെ അമ്മ പോലെ, എൻ്റെ അപ്പൻ പോലെ എൻ്റെ ചർച്ചെന്ന് പറയുന്നതും ഇറ്റ്സ് നോട്ട് മൈ ചോയ്സ്. അത് ദൈവം എനിക്ക് തന്നൊരു ദാനമാണ്. അവിടെ ഞാൻ മാത്രമല്ല. അതുകൊണ്ട് ഈ ഒരു ജനറേഷണൽ ക്രൈസിസ് എന്ന് പറയുന്നത് വീടുകളിൽ പോലും അത് എൻ്റെ ഒരു ടിപ്പിംഗ് പോയിൻ്റ് കഴിഞ്ഞു പോകുന്നതിൻ്റെ കാരണം ഓരോരുത്തരും അവരവരാണ് കുടുംബം എന്നങ്ങ് അസേർട്ട് ചെയ്യാണ്. ചെറുപ്പക്കാർ ഈ ചാനൽ മാത്രം മതി, ഈ പാട്ട് മാത്രം മതി, ഇവിടെ ചിക്കൻ ഫ്രൈ മാത്രം മതി, മീൻ വറുത്തത് മാത്രം മതി. ഒരു ഫാമിലി ആയിട്ട് സഭയെയും വീടിനെയും ഒക്കെ കാണുമ്പോഴാണ് ഈ പറയുന്ന പല ഇൻ്റർ ജനറേഷണൽ ക്രൈസിസും നമുക്ക് മാനേജ് ചെയ്യാനായിട്ട്. എന്നാൽ അങ്ങനെയല്ല, ഓരോരുത്തരും വളരെ അസേർട്ടീവ് ആവുകയും പരസ്പര ബഹുമാനം കുറയുകയും ചെയ്യുമ്പോഴാണ് കുടുംബങ്ങളിൽ അപ്പനും അടുത്ത മക്കളും തമ്മിലുള്ള ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടാകും. ഇത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ വരുമ്പോഴും ഈ ഇൻ്റർ ജനറേഷണൽ ക്രൈസിസ് ഉണ്ടാവും. അതുകൊണ്ട് അച്ഛനോട് പൂർണ്ണമായും യോജിച്ചുകൊണ്ട് തന്നെ പറയുന്നത്, ചർച്ചിനെ ഒരു ഫാമിലിയായി കാണുമ്പോഴാണ് നമുക്കൊരു മ്യൂച്വൽ റെസ്പെക്റ്റ്. അവിടെ വ്യത്യസ്തമായി പ്രാർത്ഥിക്കുന്നവരുണ്ടാവും, വ്യത്യസ്തമായി വേദോത്സവം വായിക്കുന്നവരുണ്ടാവും, വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, അപ്പം അങ്ങനെ ആ വ്യത്യസ്തതകൾ, എൻ്റെ വിചാരം അതൊരു ഇച്ചിരി ഒരു എക്സ്ട്രീം എക്സാമ്പിൾ ആണെങ്കിലും എൻ്റെ വിചാരം ഇന്ത്യ പോലെയാണ് സഭ. അത് അങ്ങനെ പറയുന്നതുകൊണ്ട് ക്ഷമിക്കുക, ഞാനതൊരു എന്തുമാത്രം ഡൈവേഴ്സിറ്റിയാണ്, ബട്ട് സ്റ്റിൽ വി ആർ വൺ. അപ്പോൾ അവിടെ തമിഴുണ്ട്, ഇംഗ്ലീഷുണ്ട്, ഹിന്ദിയുണ്ട്, വ്യത്യസ്തമായ വസ്ത്രം ധരിക്കുന്നവരുണ്ട്, വ്യത്യസ്തമായ ഭക്ഷണമുള്ളവരുണ്ട്. അപ്പം ഇന്ത്യ പോലെയുള്ള ഒരു മൾട്ടിപ്പിൾ അല്ലെങ്കിൽ വളരെ ഡൈവേഴ്സായ എന്നാൽ അതേസമയം വളരെ കോംപ്ലക്സ് ആയ, എന്നാൽ ഇതിനെ എല്ലാത്തിനെയും കൂടെ ചേർത്ത് പറയുന്ന പേരാണ് ചർച്ച്, ഫാമിലി. അപ്പോൾ അങ്ങനെ നമുക്കൊന്ന് കാണാൻ മുതിർന്നവർക്കും സാധിക്കണം, അടുത്ത തലമുറയ്ക്കും സാധിക്കണം. അപ്പോഴാണ് ആ ഒരു പരസ്പര ബഹുമാനം നമുക്ക് ഉണ്ടാവുകയും കുടുംബമായി എക്സിസ്റ്റ് ചെയ്യാനായിട്ടും സാധിക്കുന്നത്. നമുക്ക് അവസാനിപ്പിക്കാം. 4 മണിയായി. ഞങ്ങൾക്ക് അനുവദിച്ച സമയം അവസാനിക്കുന്നു. അടുത്ത പ്രാവശ്യം വിളിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പ്രാവശ്യം സമയം പാലിക്കുന്നത്. അഭിമന്യ ഫിലിക്സ് തിരുമേനിയോടും ഇതിൻ്റെ സംഘാടകരോടും ഒക്കെയുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇതങ്ങനെ വളരെ റിജിഡായിട്ടല്ല ഈ ഒരു ഡിസ്കഷനെ ഞങ്ങൾ പ്ലാൻ ചെയ്ത്. കാരണം 2:30 മുതൽ 4 മണി വരെയുള്ള സമയം നിങ്ങളെല്ലാം നിർവ്വാണത്തിലായിരിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ടും അപ്പോൾ അങ്ങനെ പോകാതിരിക്കാൻ ഇച്ചിരി വളരെ ഫ്ലൂയിഡായിട്ടും എന്നാൽ അങ്ങനെ കൃത്യമായി ഒരു വളരെ കാഷ്വലായിട്ടൊരു കോൺവെർസേഷനാണ് ഞങ്ങൾ ശ്രമിച്ചത്. ഈ കോൺവെർസേഷനിൽ ഇതിൻ്റെ പ്രധാന പാനലിസ്റ്റുകളായിരുന്ന നമ്മുടെ കോഴഞ്ചേരി കോളേജിൻ്റെ പ്രിൻസിപ്പലായിരിക്കുന്ന പ്രിയപ്പെട്ട ജോർജ് കെ അലക്സ് സാറിനോടും, സെമിനാരിയിലെ തിയോളജി അധ്യാപകനായിരിക്കുന്ന പ്രിയപ്പെട്ട ഷിബി അച്ഛനോടും, സെവിയ സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറി, കൊച്ചമ്മ സംസ്ഥാന സർക്കാരിലെ ഒരു വലിയ, ഇത് പ്രത്യേകം പറയണമെന്ന് എന്നോട് പറഞ്ഞായിരുന്നു, സംസ്ഥാന സർക്കാരിലെ വലിയ ഒരു ഫിനാൻസ് ഓഫീസറായിട്ടൊക്കെ റിട്ടയർ ചെയ്ത ആളാണ്. എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ്.